അപ്പം ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ സർവറിലെ വേൾഡിൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ് അല്ലേ? തലയാട്ടാ ബിസ്ക്കറ്റ് പിന്നെ തിന്നാ മതി. തലയാട്ട് ഇപ്പോൾ തല കുടിക്കാനാ തലയാട്ടാൻ. അത് തന്നെ. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് വേൾഡ് എക്സ്പ്ലോറിങ്ങിന് വേണ്ടി പോവാണ്. വേൾഡിൽ എന്തൊക്കെ ഉണ്ടോ നിങ്ങൾക്ക് വല്ല പിടിയുണ്ടോ? കഴിഞ്ഞ ദിവസത്തെ വീഡിയോയ്ക്ക് ഞാൻ കുറേ ബിൽഡ് ഇട്ടിട്ട് ഇനിയും ഉണ്ടെന്ന് ഇവൻ പറയുന്നത്. ഇനിയും ബിൽഡുണ്ട് ഉണ്ടോ തലയായിട്ട്? ഇനിയും കുറേ ബിൽഡൊക്കെ ഉണ്ടെന്നാണ് ഇവൻ പറയുന്നത്. അപ്പം നമുക്ക് ആ ബിൽഡ് കാണാൻ വേണ്ടി പോവല്ലേ? ഇത്രയ്ക്കാണ് വണ്ടിക്ക് പോവാ അല്ലേ? വണ്ടി എടുക്ക്. അപ്പോൾ ഞാൻ വണ്ടി എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ഇതാണ്ട് ഇൻട്രോ എടുത്ത സ്ഥലമാണ് ഈ കാണുന്നത്. ഇത് ട്രീ ഹൗസ് ആണ് ഇവിടുത്തെ. ട്രീ ഹൗസ് ഇവിടുത്തെ. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് വരാണെങ്കിൽ ഇവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഈ വീടെന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. അറിയത്തില്ല, കിട്ടുമായിരിക്കും. ഞാനൊക്കെ അല്ല ഉണ്ടാക്കിയ. അതെനിക്ക് കിട്ടുമെന്നാണ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സർവറിൽ മഴ നമ്മൾ എങ്ങനെ മാറ്റാൻ നോക്കിയിട്ടും മാറുന്നില്ല. ചാറ്റിലും മാറ്റാൻ നോക്കി മാറുന്നില്ല. അതുപോലെ തന്നെ പിന്നെ നമ്മൾ വേൾഡ് എക്സ്പ്ലോറിങ് പ്ലസ് നമ്മുടെ ഒരു ബിൽഡ് ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. ആ ബിൽഡ് ഏതാണെന്ന് അറിയുമോ? അതിപ്പോൾ പറയണോ? അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണിച്ചാൽ മതിയോ? നീ പറ. ഓക്കെ, അപ്പം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ കാണിച്ചു തരാം അല്ലേ? തലയാട്ടോ എനിക്കിങ്ങനെ ആട്ട്. വെള്ളമോ ചാവാനായതി തലയായിട്ട്. അന ഓ, ഞാൻ വിചാരിച്ചു മഴ ഇപ്പോഴും ഉണ്ടല്ലോ. ഓക്കെ, അപ്പം ഗ്ലിച്ചാന്നാ പറഞ്ഞത് മഴ പോവാത്ത. അപ്പോൾ ഇതൊരു വീടാണ്. ഇതൊരു വേറെ ലെവൽ വീടാണ്. ഇതെല്ലാം കയറി നോക്കിയാൽ പിന്നെ വഴി തെറ്റും, നമ്മളവിടെ പെടും. അതുകൊണ്ട് ഞാൻ കയറുന്നില്ല. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിച്ചു തരാം. കണ്ട, വേറെ ലെവൽ വീടാന്നാണ് പറയുന്നത്. എന്തായാലും സർവർ എന്തോ ഗ്ലിച്ചുണ്ടെന്ന് ഞാൻ നോക്കട്ടെ സംഭവം എന്താണ്. അപ്പോൾ നമുക്കിനി വണ്ടി എടുത്ത് സെറ്റാക്കി വെച്ചോ കേട്ടോ. ഇനി വണ്ടി എടുത്ത് നമ്മൾ ഓടിക്കുമ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ബുഗാട്ടി ഇതാണ്ട് ഇവനാണ് ഓടിക്കുന്നത്. എനിക്ക് വീഡിയോ എടുക്കുന്നുണ്ട്, അവൻ ബുഗാട്ടി ഓടിക്കുന്നുണ്ട്. ഇതാ എവിടെയാണ് കുത്തിക്കിട്ടുന്നത്? അവൻ ഭയങ്കര പ്രോ ഡ്രൈവറാണെന്നാണ് അവൻ അവകാശപ്പെടുന്നത്. നോക്കൂ സുഹൃത്തുക്കളെ, പോ. നമ്മൾ വേറെ സംഭവം ഉണ്ടാക്കാൻ വേണ്ടി പോവല്ലേ? അത് അണ്ടർഗ്രൗണ്ടിലാണ് ഉണ്ടാക്കുന്നത്. അല്ല, അണ്ടർഗ്രൗണ്ട് അല്ലേ? അണ്ടർഗ്രൗണ്ട് ആണെന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മളെ വണ്ടി ബുഗാട്ടിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നീ വണ്ടി തുടങ്ങിപ്പോയതാ? എൻ്റെ പ്രോ ഡ്രൈവിങ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോവാണ് സുഹൃത്തുക്കളെ. എല്ലാവരും പിടിച്ചിരുന്നോളി, ഇല്ലെങ്കിൽ തലേ കുത്തി തലത്ത് കിടക്കും. എൻ്റെ പ്രോ ഡ്രൈവിംഗ് ആണ്. ചിലപ്പോൾ കാട്ടിപ്പോവും. അയ്യോ, കാട്ടിപ്പോയി ജോയ് ബാബി, ബുഗാട്ടി പോയടാ. ബുഗാട്ടി പോയടാ. ഒരു കാര്യമില്ലായിരുന്നു. എവിടെയപ്പോ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്? ഇവിടെ അണ്ടർഗ്രൗണ്ട് ഉണ്ടോ? ഇവിടെ ഉണ്ടാക്കണം. എവിടെ? എവിടെയാണ് ഇരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ട് നീ ഞാൻ ഇവിടെ കൊണ്ടുവന്നല്ലോ. ഇത് നമ്മളന്ന് വാറ് ചെയ്ത സ്ഥലമല്ലേ? അന്ന് അടി കൂടിയ സ്ഥലം. ഇത് ഇവിടെയാണ്. നീ എവിടെ? കോഡ് പറ, ഞാൻ കോഡ് നോക്കി വന്നോടാ. ഏത് പട്ടിക്കൂടെ? ഈ മൂലിക്കത്തെയാണോ? തലയല്ലേ? നിങ്ങൾ
കണ്ടപ്പോൾ ഒറ്റ സെക്കൻഡ് പോയെങ്കിലും നമ്മളത് പൊളിച്ച് മാറ്റാൻ ഏകദേശം 1 മണിക്കൂർ അടുത്തെടുത്ത് അല്ലേടാ, അല്ലേ? തലയായിട്ട് 1 മണിക്കൂറിന് അടുത്തെടുത്ത് അതൊന്ന് പൊളിച്ച് കളയാൻ വേണ്ടിയിട്ട്. പട്ടിക്കൂടാന്നാണ് പറഞ്ഞത്, കുരുത്തിൻ്റെ പട്ടി അല്ലേ? വീണ്ടും തലയായിട്ട് അല്ലേ? ആ അതെ അതാണ് പോകുന്നുണ്ട്. ഇപ്പൊ നമ്മളെന്താ ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്? എൻട്രൻസ് ആണോ? എന്ത് കിട്ടിയെന്നൊന്ന് പറയൂ. എടാ ഇവിടെ ഒരു ബ്ലോക്ക് വെക്ക്, ഇവിടെ ഇതിപ്പോ നീ എന്നെ കാണിക്കുന്നെന്ന് പറ. അപ്പൊ നമ്മളിനി അണ്ടർഗ്രൗണ്ട് ചെറിയ പണി ഇച്ചിരി തീർത്തിട്ട് കാണാം. അപ്പൊ ഇവിടെ ഏകദേശം പരിപാടിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടോ, കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി കോൺക്രീറ്റിന്റെ ലോറി, മണ്ണൊക്കെ എടുത്തോണ്ടാൻ വേണ്ടിയിട്ട് വേറെ ലോറി. നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താന്ന് ഞാൻ പറയാൻ വേണ്ടി പോവാ. പറയാൻ പോണേ. അപ്പൊ ഗൈസ് നമ്മളിപ്പോ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് റെയിൽവേ സ്റ്റേഷൻ. ഇത് ഞാൻ വന്ന ബുഗാട്ടി, ആരും ഒന്നും മേടിക്കരുത്. എന്റെ ബുഗാട്ടി, ഞാൻ വന്ന ബുഗാട്ടി. അതുപോലെ ഇത് ഡ്രില്ലിംഗ് മെഷീനെ പൊളിക്കാൻ വേണ്ടി അവിടെ കിടന്ന സാധനം കൂടി. ഡ്രില്ലിംഗ് മെഷീനാണ് സാധനം. അതുപോലെ നമ്മളിപ്പോൾ അണ്ടർഗ്രൗണ്ട് റെയിൽവേ സ്റ്റേഷൻ അല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലേ? ആ സബ്വേ, തലയാട്ട് സബ്വേ അല്ലേ? അതെ, തലയാട്ടി. അപ്പോൾ നമ്മളിനി കുറച്ചുകൂടി പണി നിർത്തിട്ട് ഞാൻ വരാം. ആണോ? നീ എഴുന്നേറ്റോ? പണി കൂടെ ഒന്നും ആയിട്ടില്ല. ഇതൊന്നും അല്ല വരാൻ പോകുന്നത്. റെയിൽവേ സ്റ്റേഷൻ വേറെ ലെവലായിരിക്കും. ഇതിപ്പോ എന്നാ സംഭവം? എൻട്രി ആണോ? ഇത് എൻട്രൻസ് ആണെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ പണിത് നാട്ടി അണ്ടർഗ്രൗണ്ടിലാണ് പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അണ്ടർഗ്രൗണ്ടിൽ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ അണ്ടർഗ്രൗണ്ടിലാണ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അതിനുവേണ്ടി നമ്മളിപ്പോൾ ഇവിടെ ഫ്ലോറിങ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഫ്ലോർ ചെയ്തൊന്ന് ഡെവലപ്പ് ആക്കും. അതുകൊണ്ട് ഇവിടെ ആയിരിക്കും ട്രെയിനൊക്കെ വരാൻ പോകുന്ന സ്ഥലം. പിന്നെ ഇങ്ങോട്ട് ഇറങ്ങുന്നത് ഇതാണ്ട്, ഇതും മറ്റേ വാട്ടറിൻ്റെ പരിപാടി വെച്ചിട്ട് വാട്ടർ എലവേറ്റർ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ്. നേരെ കയറുന്നു, സ്റ്റേഷനിലോട്ട് കയറുന്നു, എന്നിട്ട് നേരെ താഴോട്ടേക്ക് ഇറങ്ങുന്നു. എന്നിട്ട് വാട്ടർ എലവേറ്റർ വെച്ചിട്ട് നേരെ താഴോട്ടോട്ട് പോയിട്ട് അടുന്ന് പിന്നെ നമുക്ക് നേരെ ട്രെയിൻ കയറി പോകാം. ഇതാണ് നമ്മൾ ഇപ്പോഴത്തെ പ്ലാൻ. ഇനി കുറച്ചുകൂടി കഴിഞ്ഞ് ഞാൻ ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ അണ്ടർഗ്രൗണ്ടിൽ റെയിൽവേ ട്രാക്കിൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ ആ വണ്ടിയും കൊണ്ട്, എടാ വണ്ടിയുടെ ഫ്യൂല് തീർന്നടാ, ഈ വണ്ടിയുടെ. പോയി നമ്മൾ കണ്ട് ഇങ്ങനെ ഈ വണ്ടി ഇങ്ങനെ ട്രാക്ക് ഉണ്ടാക്കി വരും. അതുപോലെ അവൻ ആ വണ്ടി കൊണ്ട് മണ്ണ് തുരക്കും. നമ്മളങ്ങനെ പണി. അപ്പോൾ ഗൈസ് നമ്മളിതാണ്ട് അവൻ മണ്ണ് ഒഴിക്കും, ഞാൻ തന്നെ ഇവിടെ ഇങ്ങനെ റെയിൽവേ ട്രാക്ക് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. പോട്ടെ ഇങ്ങനെ നമ്മൾ ഏകദേശം കുറേ ദൂരം കിലോമീറ്ററൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ 3-4 മണിക്കൂറായി ഗൈസ് കുത്തിരിക്കാൻ തുടങ്ങിയിട്ട്. ഇത്ര നേരമായിട്ട് ഇത് മെഷീൻ ഉള്ളതുകൊണ്ട് പിന്നെ കുറച്ചുകൂടി സിമ്പിളാണ്. അല്ലെങ്കിൽ പിന്നെ മനുഷ്യൻ കഷ്ടപ്പെടും കുറേ. ഞങ്ങൾ ഏതാണ്ട് ഉണ്ടാക്കി വന്ന് കാണിച്ചു തരാം. ഞാനത് കാണിച്ചു കൊടുക്കട്ടെ. അവിടെ വീണ്ടും വന്നിട്ടില്ല, ട്രാക്ക് വന്നിട്ടില്ല. ഇത് കണ്ട് ഇങ്ങനെ കിലോമീറ്റർ ആണെങ്കിൽ നമ്മൾ ആ വണ്ടി കൊണ്ട് ഇങ്ങനെ ആക്കിക്കൊണ്ട് വരും. അവസാനം ഞാൻ ചെറിയൊരു എന്താ പറയുക സിനിമാറ്റിക് മോഡ് പോലെ എന്തെങ്കിലും ഇടാൻ പറ്റുമോ നോക്കട്ടെ. ഇനി ഞങ്ങൾ ഈ ട്രാക്കൊന്ന് ഏകദേശം ആക്കിയിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ തുളച്ച് കണ്ടേ ഇവിടം വരെ എത്തി. ഇത് വേറെ ഏതോ ഒരു വീടാണ് കണ്ടേ.